അഭിബന്ദനായ പിതാക്കന്മാർ, ബഹുമാനപ്പെട്ട കോറപ്പീസ്കോപ്പമാർ, വന്യ റമ്പാശന്മാർ, വൈദിക സഹോദരങ്ങൾ, ഇവിടെയും മറ്റ് സ്ഥലങ്ങളിലുമായി ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഏവരും, especially those who are participating in divine liturgy in other places in India and overseas. ഇത് ദേവലോകമാണ്. ദൈവസാന്നിധ്യം, സന്നിധാനം, ദൈവകൃപ പെയ്തിറങ്ങുന്ന പുണ്യഭൂമി. 11 വർഷക്കാലം ഭാഗ്യമോടെ മലങ്കര സഭയ്ക്ക് നേതൃത്വം നൽകിയ ഭാഗ്യവാനായ പരിശുദ്ധ മാർത്തോമാ പൗലോസ് രണ്ടാമൻ ബാവ ദേഹം വെടിഞ്ഞിട്ട് ഇന്ന് 40-ാം നാൾ. ഭാരത സന്യാസ ചിന്തയിലെ ഒരു പദമാണ് ഞാൻ ഉപയോഗിച്ചത്, ദേഹം വെടിയുക എന്നത്. അതൊരു സാമാന്യ സംഭവം മാത്രം. 2 പ്രത്യേക പദങ്ങൾ ഞാൻ പരാമർശിച്ചു. ഒന്ന്, പരിശുദ്ധ ഭാവാതിരിമേ. 2, ഭാഗ്യവാൻ. കേവലം ഒരു വ്യക്തിപരമായ മാനത്തിലല്ല പരിശുദ്ധൻ എന്ന് ഞാൻ പറഞ്ഞത്. സഭയുടെ അടിസ്ഥാന ലക്ഷണങ്ങൾ കാതോലികം, അപ്പോസ്തോലികം, ഏകം വിശുദ്ധം. അതിൽ സഭയുടെ വിശുദ്ധിയുടെ കൂട്ടായ പ്രതിഭാസം, പ്രതിനിധാനം ചെയ്യുന്നയാൾ എന്ന അർത്ഥത്തിലാണ് പരിശുദ്ധ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. 2, ഭാഗ്യവാനായ എന്ന് പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഫോർച്യുനേറ്റ് എന്ന അർത്ഥത്തിലല്ലല്ലോ അത് പറയുക. ഒരു വ്യക്തിപരമായ വിശദീകരണം പറഞ്ഞാൽ, വേദപുസ്തക ഭാഷയിൽ നല്ല ഭാഗം തിരഞ്ഞെടുക്കുന്നതല്ലേ ഭാഗ്യം? മറിയാം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പം അതൊരു വ്യാഖ്യാനമാണ്. ദൈവനിയോഗപ്രകാരം നല്ല ഭാഗം തിരഞ്ഞെടുത്തയാൾ, സഭയുടെ വിശുദ്ധി എന്ന സങ്കല്പം ഊറിക്കൂടിയിരിക്കുന്ന നേതാവ്. ഈ അർത്ഥത്തിലെല്ലാം വേണം നമ്മളിതിനെ വിലയിരുത്താൻ. ഈ പിതാവിൻ്റെ ഭരണകാലം അതിദീർഘം ആയിരുന്നില്ലല്ലോ. എങ്കിലും ചില പ്രത്യേക കാരണങ്ങളാൽ അത് എന്നും സ്മരണീയമായിരിക്കും. പ്രാതസ്മരണീയനായ ഈ പുണ്യപിതാവ് എന്നതിനേക്കാൾ അധികം അവധാനതയോടെ മരിക്കുന്നതിന് തയ്യാറായ ആളാണെന്നുള്ളത് ഇവിടെ ഇരിക്കുന്നവർക്കും അദ്ദേഹവുമായി സമ്പർക്കം പുലർത്തിയിരിക്കുന്നവർക്കൊക്കെ അറിയാവുന്ന കേവലം ഒരു പരമാർത്ഥം മാത്രം. അതൊരു ഭാഗ്യവുമാണ്. മരിക്കാൻ വേണ്ടി തയ്യാറാകുന്നതും അതിനപ്പുറത്തേക്ക് ദൃഷ്ടി പായിക്കുന്നതും അതും അദ്ദേഹം ചെയ്തു. അതിനപ്പുറത്തേക്ക് ദർശനം ലഭിച്ചു എന്ന് കരുതാം. അതിനെക്കുറിച്ച് ചില പരാമർശനങ്ങൾ അദ്ദേഹം പരുമല ആശുപത്രിയിൽ വെച്ച് പറഞ്ഞിട്ടുമുണ്ട്. എത്ര നന്നായിരിക്കുന്നു, അവിടെ ആരൊക്കെ ഇന്നാരൊക്കെ ഇല്ലേ എന്നിങ്ങനെ. ഇത് കേവലം ചില ഭൗതിക സീമകളെ അതിർലംഘിക്കുന്ന അദ്ദേഹത്തിൻ്റെ ദർശനമോ ധാരണയോ ഒക്കെ ആയിരുന്നിരിക്കുമല്ലോ. അനിവാര്യമായ ദേഹാന്തത്തിന് വേണ്ടി ഒരുങ്ങുന്നത് അത് ഒരു മതമേലധ്യക്ഷന് യോഗ്യമായ നിലയിൽ, സഭയുടെ വിശുദ്ധിയുടെ പ്രതീകം എന്ന നിലയിൽ അദ്ദേഹം നന്നായി ഒരുങ്ങി. ദൈവം അനുവദിച്ച പ്രകാരം അദ്ദേഹത്തിന് ശാന്തമായ ഒരു അന്തവും ഉണ്ടായല്ലോ. അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം 20-ാം അധ്യായത്തിൽ നിന്ന് ഇവിടെ ലേഖനഭാഗം വായിച്ചത് നമ്മൾ കേട്ടു. അതിലെ 2 വാക്യങ്ങൾ ഇങ്ങനെയായിരുന്നു:
നിങ്ങളുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എൻ്റെ മുഖം നിങ്ങളിനി കാണുകയില്ല എന്ന് ഞാൻ അറിയും. 20-ാം അധ്യായം 25-ാം വാക്യമാണ്. 31-ാം വാക്യം, ഞാൻ ഇത്ര നാൾ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് പല മുന്നറിയിപ്പും നൽകിയിരുന്നല്ലോ, അത് മറക്കരുത്. ഞാൻ പരാവർത്തനം ചെയ്യുകയാണ്. ഇത് മിലീത്തോസിൽ നിന്ന് യെരുശലേമിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടെയുള്ള സഭാംഗങ്ങളെ വിളിച്ചു കൂട്ടി ഭരതവാക്യം ചൊല്ലുന്നതാണ്. നിങ്ങൾ ഇനി എൻ്റെ മുഖം കാണുകയില്ല എന്നുള്ള കേട്ടപ്പോൾ അവർക്ക് സങ്കടമുണ്ട്. പക്ഷെ അതിന് മുമ്പ് പറഞ്ഞതാണ് പ്രധാനം. നിങ്ങളുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എൻ്റെ മുഖം. ഇറ്റ് ഈസ് നോട്ട് ആംചെയർ ഇവാഞ്ചലിസം ബട്ട് ഡൈനമിക്. സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എൻ്റെ മുഖം. ഈ മുഖം എന്നുള്ളത് തന്നെ വേദപുസ്തകത്തിൽ ചില പ്രത്യേക അർത്ഥത്തിൽ കൂടെ മനസ്സിലാക്കാം. യഹോവയുടെ മുഖം അന്വേഷിപ്പീൻ, എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്നും, ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നുവെന്നും, എൻ്റെ മുഖം മറച്ചു എന്നൊക്കെ പറഞ്ഞ് വ്യക്തിത്വത്തിൻ്റെ സ്പഷ്ടമായ ബഹിർസ്ഫുരണമാണ് മുഖത്തുള്ളത്, കാണുന്നത്. ഈ പിതാവിൻ്റെ മുഖം വളരെ തെളിഞ്ഞതായിരുന്നുവല്ലോ, പ്രസന്നവദനായി. മുഖം വ്യക്തിത്വത്തിൻ്റെയും മനസ്സിൻ്റെയും കണ്ണാടിയാണെന്നൊക്കെ പറയുമ്പോൾ ഓർത്തുകൊള്ളൂ. പ്രത്യേകാൽ ഇദ്ദേഹത്തിന് ഒരു ഗ്രാമ്യ ശാലീനത, നിഷ്കളങ്കത ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒന്നും മറച്ചു വെക്കാൻ അറിയില്ല. അങ്ങനെ നാട്യമില്ലായിരുന്നു, ഡിപ്ലോമസി പൂജ്യമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുഖം ഉള്ളിൽ എന്തുണ്ടോ അതെല്ലാം അപ്പോൾ തന്നെ പുറത്തു കാണും. മാലാഖമാർ ചിന്തിക്കുന്നത് അപ്പോൾ നടപ്പാകും, മനുഷ്യനാണെ ഒന്നുകൂടി ചിന്തിച്ചേച്ചേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ അദ്ദേഹം മനസ്സിൽ കാണുന്നത് മനത്തിലല്ല, മുഖത്ത് കാണും. അപ്പാടെ കാണും. വിദ്വേഷമാണെങ്കിൽ അങ്ങനെ, സ്നേഹമാണെങ്കിൽ അങ്ങനെ, വാത്സല്യമാണെങ്കിൽ, കാരുണ്യമാണെങ്കിൽ അങ്ങനെ. അങ്ങനെ അകവും പുറവും തമ്മിൽ നല്ല താതാത്മ്യം ഉണ്ടായിരുന്ന, ഒളിച്ചു വെക്കാൻ അറിയാമേലാതിരുന്ന ഒരു പച്ച മനുഷ്യൻ. അദ്ദേഹമാണ് വളരെ ശാന്തനായി പോയിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ്റെ വിടവാങ്ങലിൽ അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്നിവിടെ വായിച്ചത്, നിങ്ങൾക്ക് ഞാൻ പല മുന്നറിവും നൽകിക്കൊണ്ടിരുന്നു കണ്ണുനീർ ചൊരിഞ്ഞുകൊണ്ട്. അത് വളരെ പ്രാധാന്യമുള്ളതല്ലേ. കേവലം പ്രഭാഷണം നടത്തിയിട്ട് പോവുകയല്ല, കണ്ണുനീർ ചൊരിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വാണിംഗ് തന്നു. കണ്ണുനീർ വാർത്തുകൊണ്ട് നേർബുദ്ധി പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് ശരിയായ ഒരു ഭാഷയല്ല. കണ്ണുനീർ ചൊരിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പല മുന്നറിയിപ്പും ഞാൻ തന്നിരുന്നു. അതെന്താണെന്ന് അദ്ദേഹം പറയുന്നു. ഈ കണ്ണുനീരിൻ്റെ ആത്മീയതയോ വേദശാസ്ത്രമോ നേതൃത്വമോ ഒക്കെ അതിന് വളരെ സാങ്കത്യമുണ്ട്. ഇവിടെയും ഈ പിതാവിൻ്റെ മുൻഗാമികൾ ഇതിൽ അത് ഒരു വലിയ ഈടുവെപ്പായി കണ്ടിരുന്നവരാണ്. വലിയ ട്രഷറായിരുന്നു അവർക്ക് കണ്ണുനീരെന്ന് പറയും. ഈ സ്ഥലത്തും പല പ്രയാസങ്ങൾ ഉണ്ടായിട്ടുള്ളപ്പോൾ യൂറി സ്ഥിതിയൻ ബാബ ഉൾപ്പെടെ നെടുവടിയാരം വീണ് മറയ്ക്കുള്ളിൽ നിലവിളിക്കുന്ന രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പുറത്താരും അറിഞ്ഞിട്ടില്ല. ഇപ്പം ഞാൻ കണ്ണുനീർ ചൊരിഞ്ഞുകൊണ്ട് നിങ്ങളെ പഠിപ്പിച്ചു, നിങ്ങൾക്ക് വാണിംഗ് തന്നു എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം. അതും പ്രാതസ്മരണീയനായ പിതാവിൽ സംഗതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2014 വിരചിതമായ ഒരു ഗ്രന്ഥമാണ് ദി ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്ന്. സഞ്ജയ് ബാറുവിൻ്റെ പുസ്തകം നമ്മൾ പലരും വായിച്ചിട്ടുള്ളതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് വായിക്കാൻ, വിമർശനപരവുമാണ്. അദ്ദേഹം പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗിൻ്റെ മീഡിയ അഡ്വൈസറായിരുന്നു. പിന്നീട് അതിനകത്ത് പല കാര്യങ്ങളും കോൺഗ്രസ്സുകാർ ഡിനൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അറിയാവുന്നതൊക്കെ എഴുതി. ആ ശീർഷകം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി കുറേ രാഷ്ട്രീയവും സാമൂഹികവും എല്ലാം കൂടെ, അത് നമ്മുടെ വിഷയമല്ല.
ഈ ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറയാൻ കാരണം മൻമോഹൻ സിംഗ് ഈ സ്ഥാനം തേടിപ്പോയയാളല്ല. അന്നത്തെ സാഹചര്യത്തിൽ വേറെ ചിലരൊക്കെ ക്ലെയിമൻസ് ആയിരുന്നിടത്ത് ഈ മനുഷ്യനെ പിടിച്ച് പ്രധാനമന്ത്രി, അയാളൊരു ഇക്കോണമിസ്റ്റായിരുന്നു. അതുകൊണ്ട് വലിയ ഇക്കോണമിപരമായ വലിയ വിപ്ലവങ്ങൾ തന്നെ അതിനുശേഷം ഈ രാജ്യത്തുണ്ടായി. ഈ പിതാവ് അങ്ങനെ തന്നെ അദ്ദേഹം അലങ്കരിച്ച സ്ഥാനം തേടിപ്പോയയാളല്ലല്ലോ, അത് അദ്ദേഹത്തെ തേടിപ്പോയതാണ്. പഴമൊഴി പോലെ സം ആർ ബോൺ ഗ്രേറ്റ്, സം ആർ മെയ്ഡ് ഗ്രേറ്റ്, സം ഹാവ് ഗ്രേറ്റ്നെസ് ത്രസ്റ്റ് അപ്പോൺ ദം എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ നടപടികളാകട്ടെ, പ്രവൃത്തികളാകട്ടെ, ധാരണകളാകട്ടെ ഒന്നും ഇങ്ങനെ ഒരു ഭാവം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. താൻ വലിയൊരു മലങ്കര സഭയിൽ ഒരാളെ ചെന്നെത്താവുന്ന ഏറ്റവും ഉന്നതമായ സ്ഥാനത്താണ് അദ്ദേഹം ഇരുന്നത്. ഇത് അങ്ങനെയൊക്കെയാണെന്ന് ഭാവിക്കാൻ ഉള്ള അല്പത്വം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ആക്സിഡൻ്റൽ കാതോലിക്കേഴ്സ് ഞാൻ പറഞ്ഞില്ല, ഞാൻ ശീർഷകത്തിൻ്റെ ഒരു അല്പം സാരം ഇങ്ങോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്തു എന്ന് മാത്രം. അങ്ങനെ ഒരാൾ സഭയ്ക്ക് വളരെ പ്രത്യേകതയുള്ളൊരു നേതൃത്വമാണ്. അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ്സസ് മറ്റാരേക്കാൾ നന്നായിട്ട് അറിയാവുന്നയാളായിരുന്നു. അതൊരു നല്ല അറിവാണ്, അതുണ്ടാവുകയും വേണം. ഏതൊക്കെയാണ് കഴിവുകൾ ചെയ്യാമാകുന്നത്? സഹകരണത്തോട്. അബ്സല്യൂട്ട് പവർ ഒരിടത്തും ഇല്ലല്ലോ. എന്തൊക്കെയാണ് ഒരാളിലെ കഴിവുകേടുകൾ? അത് നികത്തേണ്ടതും സഹകരണത്തിലൂടെയാണ്. ഇൻ കൗൺസിൽ എന്ന് പറയുന്നത് പോലെ അത് നന്നായി തിരിച്ചറിഞ്ഞയാളാണ്. അതുകൊണ്ട് അദ്ദേഹം ഒന്നും ഭാവിച്ചതുമില്ല. ഇങ്ങനെ അനന്യസാധാരണമായ നിലയിൽ മനുഷ്യർക്ക് കുറേ പേർക്ക് മനസ്സിലായി, കുറേ പേർക്ക് മനസ്സിലായി, കുറേ പേർ ആക്ഷേപിച്ചു, കുറേ പേർ സ്തുതി പാടി. ഇത് സാധാരണ നടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിൻ്റെ ഗുണദോഷങ്ങൾ കൊണ്ടാകും പിന്നീട് നമുക്കറിയാം. എങ്കിലും ഈ പിതാവ് ദേവലോകത്തിൻ്റെ രാജാവായി ഈ പ്രയോഗം സ്ഥിതൻ ബാവയുടെയാണ്. ഈ സ്ഥലമെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞ് അദ്ദേഹം ഇങ്ങനെ കളിയും കാര്യവും ചേർത്ത് പറയും, എനിക്കറിയാമോടോ, ഞാനാണ് ദേവലോകത്തെ രാജാവ്. അതൊരു ആത്മീയ നിലയിൽ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറയുന്ന അർത്ഥത്തിലെടുത്തോളൂ. ഞാൻ ദേവലോകത്തെ രാജാവാണെന്ന് പറയും. രാജാവ് ഭരണത്തിൽ അടക്കി ഭരിക്കുന്നതിലൂടെ അല്ല രാജ്യത്വം പ്രയോഗിക്കുന്നതെന്ന് ഇന്ന് നമുക്ക് മനസ്സിലാകും. ആരെയൊക്കെ ചവിട്ടി പുറത്താക്കിയോ ഒന്നുമല്ല. അധികാരം പ്രയോഗിക്കാനുള്ളതല്ല രാജ്യത്വം എന്ന് നല്ലപോലെ അദ്ദേഹത്തിനും അറിയാമായിരുന്നു. പിന്നെ മാനുഷികമായ കുറവുകൾ നമ്മളെല്ലാവരിലും ഉണ്ട്, അദ്ദേഹത്തിലും കാണും. ചന്ദ്രനിലും ഉണ്ടല്ലോ കളങ്കം. ഈ പിതാവിനെ സഭ പൊതുവായി പിതാക്കന്മാരുടെ പരമ്പരയിൽ അവിസ്മരണീയമായ ഒരു കണ്ണിയായി നമ്മൾ കാണുന്നു, ആദരിക്കുന്നു, അംഗീകരിക്കുന്നു. എന്നാൽ ഇന്ന് സഭ അപകടകരമെന്ന് ഞാൻ പറയുന്നില്ല. വി ആർ ഫേസിങ് കൺഫ്രണ്ടിങ് ആൻ അൺപ്രീസിഡന്റഡ് സിറ്റുവേഷൻ. അവിടെ ധാരാളം പ്രാർത്ഥന വേണം. I just quote from the Bible, from Psalm 119, verse 126. Lord, this is the time for you to act. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയമാകുന്നു. വിശ്വസിക്കുന്നുണ്ടോ? We need and we should ask for the intervention of God and give space to the Holy Spirit to act. അതായി പറഞ്ഞാൽ മതിയല്ല. I repeat that, Lord, this is the time for you to act. എനിക്ക് തന്നിരിക്കുന്ന സമയം വളരെ കുറവായതുകൊണ്ട് പതിവിലും ഞാൻ ചുരുക്കും. തിരുവേനി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നീട്ടരുതെന്നുള്ളത്. അതിന് നന്ദി. അല്ലെങ്കിൽ ഈ അധ്യാപകർക്കുള്ളൊരു വീക്ക്നെസ് അങ്ങ് പോകും, സ്റ്റാർട്ട് ചെയ്ത് വിടുവങ്ങ് പോകും. In 1953, 28th of August, 58 years ago, Reverend Martin Luther King Jr., he gave the keynote speech
at the march to Washington, D.C. for civil rights. This happened in 1953, 28th of August, exactly 58 years and 1 week. And that speech is so famous and oft quoted. This contains a lot of Mahavakyas, like in the Vedas. We have parallels. Abraham Lincoln's Gettysburg speech, Jawaharlal Nehru's midnight hour speech, we have a tryst with destiny. At the stroke of the midnight hour, when the whole world sleeps, India will awake to life and freedom. That 1947, 15th of August, Jawaharlal Nehru in the tryst with destiny in the Vikyadavaya Prasangam. Like that, Martin Luther King Jr., half a dozen times he said, I have a dream in that address. I have a dream. He repeated it. Said, I have a dream and my children, they are African Americans, black, and my children and the children of the white, they will together go to the same school and study together. I dream for that day. And that was partly realized. Surprisingly enough, this Holy Father, Paulus II Baba Tirumeni, when he spoke at the Catholic Centenary at Ernakulam, Marine Drive, he said, I don't know who prepared it, but that contains the same sentence, I have a dream. And that dream is about the church, not his own personal selfish dream. I have a dream for this church. Later on, His Holiness used to talk about a church there is zero litigation. And obviously, you think about that litigation between two parties. No, not at all. For me, when I look at it, I think the Holy Father meant there should be Shanti in parishes. There should be peace and understanding and feeling of coexistence between parishes, in diocese and between dioceses and the whole church. This does not merely refer to litigation between two parties. I did not say which parties. But I believe His Holiness had a much larger, comprehensive dream regarding the church. The Church of St. Thomas, which has a 20th century long history, the way and lineage of St. Thomas, Bhargava Vazhibag. Yesterday we listened to the Archbishop of Changanassery Archdiocese of the Syro-Malabar Church. And that bishop was also talking about this, that those who bear the legacy of St. Thomas, is it not time for us to start together? That is a challenge. We know there are a lot of hurdles, lot of impediments, but the call is very light. We, the children of St. Thomas in India, we belong to different streams of church, faith, but we are the children of St. Thomas. We are Indian Christians. And this dream is not expressed for the first time by Paulo Sidian Baba, but this was the vision of Saint Dionysius Watershedal. I know that. I have read about it. Towards the end of his life, he used to say, we may be a small church in comparison with bigger churches, overseas churches, but this is my dream. Saint Dionysius said, all the children of Saint Thomas who belong to different faith streams should feel as one and come together in some way. He never said we should all become one church. But this is the call for unity among the children of St. Thomas in India. And that vision was also echoed by Reverend Dr. V.C. Shamuelachan. He used to talk about it vehemently, that the children of St. Thomas should come together. We are one. I believe when Paulo II, Holy Father, said, I have a dream,
This is the dream we need to touch upon. To further that dream, nourish it. I believe it is our duty today to look into the meanings. There are levels of meaning in Paulus Baba says, I have a dream about this church. I have a dream about the youth of the Orthodox Church. Then he goes outside, he would say, you belong to this Orthodox Church. If I need to borrow from somebody else, I would say, youth of the Orthodox Church, I love you. This is something that Paulus II Baba echoed. Youth of the Orthodox Church, I love you. This is in the Bible. You open the last book in the Old Testament, Malachi, the opening lines. The Lord tells the people, I love you. This is most amazing. When we are through all the theology, it comes to that. Love holds everything and everybody together. This is from St. Paul. Love holds everything and everybody together. So let us tell each other, to each other here and say publicly, I love you. That is the Orthodox spirit Paulus II Baba has bequeathed to us. As we pass through the memory, the hallowed memory of this Holy Father. So I said, everyone has his own weakness, his own strength. And because of his simplicity, he comes from a village, a purely village atmosphere. And that simplicity may be appreciated by many, may not be by some. And maybe it's liable to be exploited because of the simplicity. He didn't know the crookedness of the city. He used to say, I come from a grama. And that was true. Let us take it as face value. Baba Tirumeni stood for certain principles. We have been listening to hundreds of memorial meetings in this country and abroad. Everybody says Baba Tirumeni stood for certain principles. That is true. We also should. When he says, I have a dream, for me, I feel we should repeat that. Baba Tirumeni, it is not your own dream, but it is our dream. It is the dream of the church. Let us reassure the late Catholicos, we have a dream for the church. We have a dream for the tomorrow of this church. That is why I said, as you're preparing the church for the future, recall that verse 126 of Psalm 119. Lord, this is the time for you to act. Let us wait for that. Pray for that. Envision that. And prepare ourselves for that. So that Lord will intervene in His church. The Lord has a lot of times intervened in the history of the Malankara church, as we know. Many, many times. That is why we are here today. Baba Tirumeni, our leader, is in paradise. He has entered his Sabbath till the reappearance of Jesus Christ, the grand D-Day, the second coming of Jesus Christ. He is waiting for that and spiritually getting nourished by the atmosphere there and what we have here. This liturgy is especially celebrated in honor of His Holiness Baba Tirumeni. Truly echoing the sentiments of Indians, may I say, Paulus II Baba Tirumeni Amar Rahe. May His Holiness prayers be with us, with the church, all of us who are participating, especially in this divine liturgy here in this chapel, and many, many, many more outside and overseas. May His Holiness prayers be with us, now and forevermore. Amen.